ഹലോ. അപ്പൊ ഇന്ന് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഐക്യയിൽ പോവാണ്. ഐക്യ എന്ന് ഞാൻ ഇക്യ എന്നുള്ള ഒരു പ്രൊണൗൺസിയേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ കേട്ടോ ഐക്യ. ഒരു ഓട്ടോ വിളിച്ച് പോയാൽ മതി. ഞങ്ങള് നേരെ ഫസ്റ്റ് ചെന്നത് തന്നെ ഈ ഒരു ടോയ്സിന്റെ സെക്ഷനിലോട്ടായിരുന്നു. അപ്പോൾ മക്കൾ ഉണ്ടായതുകൊണ്ട് എന്തായാലും അവിടെ പോണല്ലോ. അപ്പൊ ആള് ഭയങ്കര എൻജോയ് ചെയ്ത് കാണുന്നുണ്ട്. പക്ഷെ ഒന്നിനും അങ്ങനെ ഇത് വാങ്ങിക്കണം എന്നൊന്നും പറയില്ല കേട്ടോ. ആൾക്കൊന്ന് കൈ പിടിക്കണം, എല്ലാം ഒന്ന് തൊടണം, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ മോനെ അതൊക്കെ കണ്ട് പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ആള് ഡബിൾ ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആളുടെ ഒരു ഡ്രീമാണ് ഇതുപോലത്തെ ഒരു ബെഡ്. അടിയിൽ സ്റ്റഡി ടേബിളും മുകളിൽ അവനക്ക് കിടക്കാനുള്ള ഒരു ബെഡും ഇൻഷാല്ല വാങ്ങി കൊടുക്കാനാവട്ടെ. ഓരോ സ്ഥലത്തെയും സീലിംഗ് വരെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു കർട്ടൻ മാറ്റുമ്പോൾ ഈ ഒരു സ്ക്രീന് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂന്റെ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് വിൻഡോ ഒന്നുമല്ല. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു. ഈ ഒരു ബെഡ്ഷീറ്റിന്റെ കോംബോ കളർ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഈ ഒരു ബാസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ലൊരു എസ്തെറ്റിക് വൈബ് ഒക്കെ ഉണ്ട്. ഇത് മെറ്റലാണ് കേട്ടോ. അതിന്റെ ഹാൻഡിൽ വുഡൺ ആണ്, ബാക്കി മെറ്റലും ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാനൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ. 699 ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. ഇതെല്ലാം ബാംബു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ബൗളുകളൊക്കെയാണ്. എന്റെ ഇടയ്ക്ക് അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും കാണാറില്ല. പക്ഷെ ഈ ഒരു ജാമ് ഞാൻ എപ്പോഴും ഇവിടെ കാണാറുള്ളതാട്ടോ. ഇത് ഇവരുടെ തന്നെ പ്രൊഡക്റ്റ് ആണോ എന്ന് അറിയൂല. പിന്നെ ഇവിടെയുള്ള ഒറ്റ ഫ്ലവേഴ്സും ഞാൻ വിട്ടിട്ടില്ല. ഫ്ലവേഴ്സിന്റെ ഒരു വീക്ക്നെസ് ആണല്ലോ. ഓരോ കിച്ചണിന്റെ ഡിസൈൻ കാണുമ്പോൾ വിചാരിക്കും ഇതേപോലെ ആവണം എന്റെ കിച്ചണ്, ഇതേപോലെ ആവണം എന്റെ കിച്ചൺ എന്ന്. അപ്പൊ ഒന്നിനൊന്ന് ബെറ്റർ ആണ് ഓരോന്നും കാണുമ്പോൾ. അവസാനം ഞാനത് വിചാരിക്കുന്നതാണ് നിർത്തി. എന്നാ പ്രശ്നമില്ലല്ലോ. ഏരിയ വിട്ടു പോരാൻ തന്നെ തോന്നാത്തൊരു ഏരിയ ആയിരുന്നു. കാരണം എല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സിന്റെ പോലെയാണ്. അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണെന്ന് ഇങ്ങനെ തോന്നിയല്ല. എല്ലാം നമ്മൾ കാണുന്ന സാധാ ഫ്ലവേഴ്സിന്റെ ഒക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓർക്കിഡ് കണ്ടോ, കറക്റ്റ് ഒറിജിനലിന്റെ പോലെ എനിക്ക് തോന്നിയത്. ഇങ്ങനെ പിയോണി, അങ്ങനെ ഒരുപാട് ഫ്ലവറുകൾ ഉണ്ട് ഇവിടെ. അവിടെ നിന്ന് മെട്രോ പോണത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ഒറിജിനൽ ആണ് കേട്ടോ, ഇത് സ്ക്രീനൊന്നല്ല. ഇത്രയൊക്കെ ആയപ്പോത്തിന് മക്കൾക്ക് ഒരുവിധം ക്ഷമ കെട്ടിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായ കുത്തി കെട്ടാൻ ചെല്ലണം. അപ്പൊ ഇവിടെ കപ്പ്, ഇവിടുത്തെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അങ്ങനെ കപ്പിനാണ് നമ്മൾ കാശ് കൊടുക്കല്. 90 റുപ്പീസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോ ആ കപ്പില് നമുക്ക് എത്രയും കാപ്പച്ചിനോ മിൽക്ക് ഒക്കെ കുടിക്കാം, അങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങള് അത് വാങ്ങിച്ചു. പിന്നെ സൂപ്പ് വാങ്ങിച്ചു, നഗറ്റ്സ് വാങ്ങിച്ചു. ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഇരുന്ന കഥ, ഒരു പ്രാവശ്യം ഇരുന്ന സ്ഥലത്തൊക്കെ ആകെ കുട്ടികള് എരപ്പാക്കിയിട്ട് പിന്നെ അപ്പുറത്തേക്ക് ഇരുന്നായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇത് ഇവിടെ വെച്ചു കൊടുക്കലാണ്. അപ്പൊ ഞാൻ അതിന്റെ അകത്തോട്ട് മെല്ലെ ഒന്ന് പാളി നോക്കിയിരുന്നു അവിടെ എന്താണ് പരിപാടി. അപ്പൊ അവിടെ സാധാ കൈകൊണ്ട് കഴുകന്നെയാണ്, റോബോട്ടല്ല. അങ്ങനെ ഞങ്ങൾ ആ തീറ്റൊക്കെ കഴിഞ്ഞ് മക്കളെ വിശപ്പൊക്കെ ഒരുവിധം അടക്കിയിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട നമ്മളെ വാണ്ടറിംഗ് ജൂ ഒക്കെ കറക്റ്റ് ഒറിജിനൽ ആണ്. ഇത് കറക്റ്റ് ഒറിജിനലിന്റെ പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് വെള്ളം ഒഴിക്കണ്ട, വളം ഇടണ്ട, ഒന്നും വേണ്ട. ഇതിന്റെ പുറമെ നമുക്ക് അകത്തും വെക്കാം. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്, സെക്യുലന്റ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒറിജിനൽ പ്ലാന്റുകളാണ്.
₹379 ഈ ഒരു മണി പ്ലാന്റ് എനിക്ക് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തോന്നിട്ടാ. ഒന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തോന്നി. പിന്നെ ഈ ഒരു ഏരിയയിലെ മക്കളെ കളിപ്പിക്കാൻ വിടണമെങ്കിൽ നമ്മൾ കുറേ എഴുതി കൊടുക്കാനും നമ്മൾ ID കാർഡ് കൊടുക്കുകയൊക്കെ വേണം. അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാക്കി ആളൊന്നും കേട്ടില്ലായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞേക്ക് ആൾ ഇങ്ങോട്ട് തന്നെ പോന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ പാത്രങ്ങളുടെ സെക്ഷനോട്ട് പോന്നു. ഇവിടെയാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും വാങ്ങണമെങ്കിലും വാങ്ങുള്ളൂ. കാരണം ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണല്ലോ. ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ തൊട്ടപ്പണി അത് സൂം ചെയ്ത് വേഗം അവിടെ വെച്ച് പോന്നു. അങ്ങനെ 1, 2 കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് ബില്ലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പോരാണ്. ഓൾമോസ്റ്റ് കുറേ ടൈമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അധികം അവിടെ നിന്ന് കറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മക്കൾക്ക് ഇവിടെ നിന്നൊക്കെ എല്ലാ സാധനവും വേണ്ടി വരും. അപ്പം ഞങ്ങൾ ഇനി ഏതായാലും തിരിച്ചിറങ്ങുകയാണ്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളപ്പോൾ കയറിയപ്പോൾ വൈകുന്നേരമായിരുന്നു. അപ്പോൾ ഇരുട്ടായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നേരെ മെട്രോ സ്റ്റേഷൻ്റെ അതിലൂടെ ഇറങ്ങി നിൽക്കാനാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ മുഴുവൻ കണ്ട ആളാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, എന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വിശേഷമായി വരുന്നവരെ ഓക്കെ, ബൈ, ടാറ്റാ.